ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം സിട്രോയിൻ അവരുടെ ബസാൾട്ട് എന്ന് പറഞ്ഞ പുതിയൊരു കൂപ്പെ SUV ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ് ഒക്കെ അവർ കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടായിരുന്നു. ആദ്യം നമുക്ക് ജസ്റ്റ് ബേസ് മോഡലിന് മാത്രം പ്രൈസ് അറിയുള്ളായിരുന്നല്ലോ. ഇപ്പോൾ പക്ഷേ ബാക്കി വേരിയൻസിൻ്റെ പ്രൈസ് അറിയാം. ഇവിടെ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ബേസ് മോഡലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ബേസ് മോഡലും അതിൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന വേരിയൻറ്റും തമ്മിലുള്ള പ്രൈസിന് ഡിഫറൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് 1.2 NA പെട്രോൾ, അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വെച്ച് രണ്ട് വേരിയൻസ് ആണ് ബേസിക് റേഞ്ചിൽ വരുന്നത്. ഒന്ന് U ആണ്, പിന്നെ പ്ലസ് ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന U വേരിയൻ്റ് ആണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വില കുറഞ്ഞ് നമുക്ക് കിട്ടാവുന്ന, അതായത് അഫോർഡബിൾ ആയിട്ട് കിട്ടാവുന്ന U എന്ന് പറഞ്ഞാൽ 7.99 lakhs എക്സ്ഷോറൂം പ്രൈസുള്ള വണ്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓൺ റോഡ് ഏകദേശം 9.4 lakhs ആണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ സംഭവം നമുക്കറിയാം സിട്രോയിൻ ഓൾറെഡി അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അങ്ങനെ തരുന്നൊരു കമ്പനിയല്ല. അതുകൊണ്ട് ബേസ് മോഡലും അങ്ങനെ നിങ്ങൾ ഓവറായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പ്ലെയിൻ ആണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. നമുക്ക് ഇതിൻ്റെ അകത്ത് DRLസോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റ്സോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഗ്രില്ലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ താഴത്തായിട്ട് ഇവർ ടോപ്പ് എൻഡിലൊക്കെ കൊടുക്കുന്ന പോലെ കുറേ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിൽവർ സ്കിപ്പ് പ്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതായിരിക്കില്ല. വളരെ പ്ലെയിൻ ആയിട്ട് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബമ്പറിൽ ചെറിയ രണ്ട് റെഡ് കളർ ആക്സൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ബേസ് മോഡലെങ്കിലും കൊടുത്ത് നന്നായി, കാണാൻ ഒരു ഇത്തിരിയെങ്കിലും രസമുള്ള പോലെ പറയാം. ഇനി അതുപോലെ നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കിനി പറയാൻ പറ്റുന്നത് ആദ്യത്തെ കാര്യം അത്യാവശ്യം നീളമുള്ളൊരു വണ്ടിയാണ്. 4.3 മീറ്റേഴ്സിന് മുകളിൽ തന്നെ ലെങ്ത് വരുന്നുണ്ട്. പക്ഷേ ടയർ സൈസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് 16 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിലും അലോയ്സ് അല്ല. ഈ പ്രൈസ് പോയിന്റിൽ എന്തായാലും നിങ്ങൾ അലോയ്സ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ടയർസിന് സൈസ് അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ള നല്ല കാര്യമാണ്. 205 ക്രോസ് സെക്ഷനുള്ള 16 ഇഞ്ച് വീൽസ് ആണ് ഒരു ബേസ് മോഡലിന് കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് അവരുടെ ബ്രോഷറിൽ അങ്ങനെയാണ് മെൻഷൻ ചെയ്തിരുന്നത്. ആ ഒരു സൈസ് ആണ് ഇതിൻ്റെ ടയർസ് ശരിക്കും വരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ടയർ മാറ്റാതെ തന്നെ നമുക്ക് ഇതിനകത്ത് അലോയ്സ് കയറ്റാൻ പറ്റും. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അത്ര കോസ്റ്റ് വരില്ല. മറ്റേ നമ്മൾ ടയർ കൊണ്ട് മാറ്റുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആവും അലോയ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ORVMs എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത്. ഗ്ലോസി ബ്ലാക്ക് ഒന്നും അല്ല. അതുപോലെ നമ്മുടെ സൈഡ് ടു ഇൻഡിക്കേറ്റേഴ്സും ഫെൻഡറിലായിട്ടാണ് വരുന്നത്. റൂഫിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഒരു ഹാൻഡിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി സാധനങ്ങൾ സൺറൂഫ് ഒന്നും ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇല്ലല്ലോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ സ്പോയിലർ പോലത്തെ ട്രീറ്റ്മെൻറ്റ് വരെ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ റിയർ പ്രൊഫൈലും ഈ ഒരു ആംഗിൾ എനിക്ക് പേഴ്സണലി വണ്ടി കാണാൻ ഏറ്റവും ലുക്കായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ആംഗിളിൽ നിന്നാണ്. പിന്നെ ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വീൽ ആർച്ച് ക്ലാഡിംഗ് ഇല്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയില്ല, പക്ഷേ താഴത്തുള്ള ക്ലാഡിംഗ് മാത്രമേ ഉള്ളൂ. സൈഡ് പ്രൊഫൈലിൽ ക്ലാഡിംഗ് ഇതിനകത്ത് വരുന്നില്ല. എനിവേ ഇനിയിപ്പോൾ റിയർ പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ടോപ്പ് എൻഡിൽ കിട്ടുന്ന സെയിം ടെയിൽ ലൈറ്റ്സിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. പിന്നെ ടോപ്പ് എൻഡിലും അവരൊരു സ്മോക്ഡ് ടെയിൽ ലൈറ്റ്സ് പോലത്തെ ഫിനിഷാണ് കൊടുത്തത്. അതായത് LED നമുക്ക് LED അല്ല, ഹാലജൻ ആണ്, പക്ഷെ അതൊന്ന് നമുക്ക് LED പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബേസ് മോഡലിൽ കാണുമ്പോൾ അത്ര ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് വൈപ്പറും വാഷറും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ടോപ്പ് എൻഡിൽ പോലെ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ബാക്കിൽ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ക്യാമറയൊന്നും ഇല്ല. അതിപ്പം നിങ്ങൾക്ക് ക്യാമറ കിട്ടണമെങ്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് എനിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ബാക്ക് പ്രൊഫൈൽ അത്യാവശ്യം സിമ്പിളാണ്. ബസാൾട്ടിൻ്റെ ബാഡ്ജിങ്ങും സിട്രോയിൻ്റെ ലോഗോ ഒക്കെ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കൂപ്പെ SUV ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ബൂട്ട് സ്പേസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. 470 ലിറ്റേഴ്സ് ആണ് അവരിതിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന ബൂട്ട് സ്പേസ്. ബേസ് മോഡൽ ആയതുകൊണ്ട് പാർസലറി കമ്പനി ഫിറ്റഡ് ആയിട്ട് കിട്ടില്ല. പക്ഷേ എന്നാലും ഇതിപ്പം സംഭവം കൂപ്പെ ആയതുകൊണ്ട് നമ്മുടെ മുകളിലത്തെ വിൻഷീൽഡ് അടക്കം എല്ലാം കൂടെയാണ് പൊങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോഡിംഗ് ആണെങ്കിലും കുറച്ചുകൂടി എളുപ്പമായിരിക്കും സാധനങ്ങളൊക്കെ കയറ്റാൻ. ഓൾമോസ്റ്റ് SUVകളിലൊക്കെ കിട്ടുന്നതിൻ്റെ കുറച്ച് പ്രാക്ടിക്കാലിറ്റി ഇതിനകത്ത് കിട്ടുന്നു എന്ന് പറയാം, പ്രത്യേകിച്ച് ബൂട്ടിൻ്റെ കാര്യത്തിൽ. മറ്റേ ഇപ്പോൾ സെഡാൻ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മുകളിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. SUV ആകുമ്പോൾ പിന്നെ SUVയുടെ ആ ഒരു പ്രാക്ടിക്കാലിറ്റി ഉണ്ട്, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനും കിട്ടില്ല. ഒരു കൺവെൻഷണൽ SUV പോലത്തെ ഒരു ഡിസൈൻ ആയിരിക്കും നമുക്ക് SUV വാഹനങ്ങളിൽ കിട്ടുന്നത്. എന്തായാലും ഇതാണ് സിട്രോയിൻ ബസാൾട്ടിൻ്റെ ബേസ് മോഡലിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സും അതുപോലെ ഇതിൻ്റെ ഡിസൈനും അങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെ വരുന്നത്. ഇനിയിപ്പം അകത്തോട്ട് പോവുകയാണെങ്കിൽ അവിടെ ടോപ്പ് എൻഡിൽ പോലും ഇവരധികം ഫീച്ചേഴ്സ് ഒന്നും കൊടുക്കാത്ത സ്ഥിതിക്ക് ബേസ് മോഡലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഒരു ബെയർ ബേസിക് വണ്ടിയാണ്. സ്റ്റിയറിംഗ് വീലൊക്കെ എടുക്കുകയാണെങ്കിലും സിട്രോയിൻ്റെ ഒരു ലോഗോ അവർ ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസോ അതൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. പിന്നെ റഫ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അതിൻ്റെ അത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും സ്റ്റിയറിംഗിലും കൊടുത്തിട്ടില്ല. ഈ വണ്ടി ഇപ്പോൾ ബേസ് മോഡൽ ആയതുകൊണ്ട് എവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കിട്ടില്ല. ഡോർ പാഡ് ആയാലും അങ്ങനത്തെ സ്ഥലത്തൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആണെങ്കിലും നമ്മൾ C3യുടെ ഒക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ ഉണ്ടല്ലോ, അതായത് പ്രത്യേകിച്ച് ടാക്കോമീറ്റർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു ക്ലസ്റ്റർ, അതാണ് ഈ വാഹനത്തിൽ വരുന്നത്. പേഴ്സണലി എനിക്ക് ഈ ക്ലസ്റ്ററിനോട് വലിയ താല്പര്യമില്ല. പണ്ടത്തെ നമ്മുടെ ഡിജിറ്റൽ സ്മാർട്ട് വാച്ച് പോലത്തെ ഒരു ക്ലസ്റ്ററാണ്. പിന്നെ പവർ വിൻഡോസിൻ്റെ കേസും കുറച്ച് പ്രശ്നമാണ്. നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് പവർ വിൻഡോസിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കിൽ പവർ വിൻഡോസ് അവൈലബിൾ അല്ല. അത് നമ്മുടെ കൈയിട്ട് തന്നെ തിരിച്ച് തുറക്കേണ്ടി വരും. അതുപോലെ ഇതിനകത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളോ ഫോൾഡിംഗ് ആയിട്ടുള്ള ORVMസും കൊടുത്തിട്ടില്ല. അതും മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒന്നും ഈ വാഹനത്തിനകത്ത് ആംറസ്റ്റ് അവൈലബിൾ അല്ല. പക്ഷേ ആംറസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ചെറിയ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ മാനുവൽ AC ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ
ക്യാബിനാണെങ്കിലും ഓൾ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഗ്രേ കളർ തീംഡ് സംഭവം കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ മാനുവൽ ഡേ നൈറ്റ് ARVMs ഇല്ല. ക്യാബിൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഹാലജനാണ് വരുന്നത്. ടോപ്പ് എൻഡിലും ഹാലജൻ തന്നെയാണ് കേട്ടോ. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അവർ കൊടുത്തിട്ടില്ല. നമുക്ക് C3 വരുന്ന പോലത്തെ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ അഡ്ജസ്റ്റബിൾ ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അത് ഈ ഫ്രണ്ടിൽ മാത്രമല്ല, നമുക്ക് ബാക്കിലും ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ ഒക്കെ കളർ എടുക്കുകയാണെങ്കിലും ഒരു ഫാബ്രിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, മൊത്തം ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിൽ പിന്നെ ആംറസ്റ്റ് ഇല്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ബാക്കിൽ AC വെൻസും ഈ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. 3 ഫിക്സഡ് ഹെഡ് റെസ്റ്റുകൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു തംസപ്പ് ആയിട്ട് പറയാം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഫ്രണ്ടിലെങ്കിലും ഇവർക്ക് അഡ്ജസ്റ്റബിൾ കൊടുക്കാമായിരുന്നു ഹെഡ് റെസ്റ്റുകൾ. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറയാൻ പറ്റുന്നത്. പക്ഷേ എന്തായാലും സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇവർ ഇപ്രാവശ്യം ബേസ് മോഡലൊന്നും യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. നമുക്ക് 6 എയർ ബാഗ്സ് ബേസ് മോഡൽ മുതൽ അവൈലബിൾ ആണ്. അതുപോലെ ABS CBD ഒക്കെ എന്തായാലും ഉണ്ട്. പിന്നെ നമുക്ക് ESPയും ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് വരെ നമുക്കിപ്പോൾ ബേസ് മോഡലിൽ മാനുവലാണെങ്കിലും അവൈലബിൾ ആണ്. സോ ആ കാര്യത്തിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവർ ഷാസി റീഇൻഫോഴ്സ്മെൻറ്റ് വരുത്തിയതായിട്ട് പറയുന്നുണ്ട് ബസാൾട്ടിൽ. അത് നമുക്ക് എല്ലാ വേരിയൻസിലും ആപ്ലിക്കബിൾ ആണ്. വേറൊരു കാര്യമുള്ളത് ഈ വാഹനത്തിൻ്റെ കംഫർട്ടാണ്. നമുക്കിപ്പോൾ ടോപ്പ് എൻഡ് ആയാലും ബേസ് മോഡലായാലും സസ്പെൻഷൻ സിസ്റ്റവും അതുപോലെ സ്റ്റിയറിംഗിൻ്റെ കൺട്രോളിങ്ങും അങ്ങനത്തെ സാധനങ്ങളെല്ലാം സെയിം ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ടോപ്പ് എൻഡ് ഓടിക്കുകയാണെങ്കിലും ബേസ് മോഡൽ ഓടിക്കുകയാണെങ്കിലും എഞ്ചിനിൽ വരുന്ന ഡിഫറൻസ് അല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീലൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. റൈഡ് ക്വാളിറ്റി ആയാലും നമുക്ക് ടോപ്പ് എൻഡിൽ കിട്ടുന്ന ആ സെയിം നല്ലൊരു പ്ലഷ് ആയിട്ടുള്ള റൈഡ് ക്വാളിറ്റിയാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. അതിൻ്റെ ഷാസി അത്യാവശ്യം സ്റ്റിഫ് ആക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം കുറച്ച് ഗട്ടറുള്ള റോട്ടിൽ കൂടെ ഓടിക്കുകയാണെങ്കിലും ഈവൻ ഹൈ സ്പീഡിലൊക്കെ പോകുകയാണെങ്കിലും വണ്ടി സ്റ്റേബിളാണ്. മാത്രമല്ല നമുക്കിപ്പോൾ കുഴിയിലൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. എന്ന് വെച്ചാൽ നല്ലൊരു റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് സെട്രോയിൻ ഈ വാഹനത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേറൊരു ചെറിയ പ്രശ്നം ഇതിൻ്റെ എഞ്ചിനാണ്. നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന പ്യുവർടെക് 82 എന്ന് പറഞ്ഞ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ടർബോ ഒന്നും ഇല്ലാത്ത എഞ്ചിനാണ്. അതുകൊണ്ട് 82 PS പവറും 115 Nm ടോർക്കും ഉള്ളൂ. നിങ്ങളിപ്പോൾ അങ്ങനെ പവറൊന്നും വലിയ രീതിയിൽ നോക്കാത്ത ഒരാളാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. എന്തായാലും 14-15 സെക്കൻഡ്സിനടുത്തൊക്കെ ഇത് 0 to 100 എത്താനായിട്ട് എടുക്കും. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അതിന് ടർബോ പെട്രോൾ ജസ്റ്റ് 11 സെക്കൻഡ്സിന് താഴെയാണ് 0 to 100 എത്തുന്നത്. അത് ഭയങ്കര ക്വിക്കാണ്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി സ്ലോ തന്നെയാണിത്. ഈ എഞ്ചിൻ C3 വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഫാസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടെ വെയിറ്റ് ഒക്കെ കൂടുതലാണ്, പിന്നെ സൈസ് കൂടുതലാണ്. അത്രയും പെപ്പിയായിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ സിറ്റി ട്രാഫിക്കിലൊക്കെ ഓടിച്ച് നടക്കാനാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോ എൻഡ് പവർ ഡെലിവറി ഈ എഞ്ചിന് വരുന്നുണ്ട്. ഭയങ്കര ടർബോ ലാഗ് പറയാനായിട്ട് ടർബോ ഇല്ലല്ലോ. അത് മാത്രമല്ല നമുക്കിപ്പോൾ മിഡ് റേഞ്ചിൽ കയറുകയാണെങ്കിലും ടോപ്പ് എൻഡിലാണെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് കിട്ടുന്നത്. അതായത് വളരെ ലീനിയർ ആയിട്ടുള്ള നമുക്ക് യൂസബിൾ ആയിട്ടുള്ള പവർ ഈ വാഹനത്തിനുണ്ട് എന്ന് പറയും. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഭയങ്കര പെർഫോമൻസ് ഒക്കെ ആഗ്രഹിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകും, അത്രേ ഉള്ളൂ. ഇനി ഈ വണ്ടി ആരൊക്കെ എടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പം 9.5 lakhsന് താഴെയാണ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു നല്ല വെൽ എഞ്ചിനീയർഡ് വാഹനം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണിത്. ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ചീത്തയായപ്പോൾ മാത്രമുള്ള ഫീച്ചേഴ്സും ഇല്ലല്ലോ. പക്ഷേ നിങ്ങൾ അഡീഷണൽ പുറത്തുനിന്ന് ചെയ്യേണ്ടി വരും. അതിൻ്റെയൊക്കെ റിലയബിലിറ്റി കുറച്ച് ക്വസ്റ്റനബിൾ ആണ്. നമുക്ക് എത്ര ആളും ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അത് മാറ്റി നിർത്തുകയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഒരു വാഹനം XUV 3X ആണ്. പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു സസ്പെൻഷനൊക്കെ ആണെങ്കിലും അതിൻ്റെ നല്ലതാണ്. പക്ഷേ ഇതിപ്പോൾ സിട്രോയിൻ്റെ നമുക്കറിയാമല്ലോ, സിട്രോയിൻ എപ്പോഴും എക്കാലത്തെയും ബെസ്റ്റ് അവരുടെ സസ്പെൻഷൻസ് ആയിരുന്നു. സോ ആ കാര്യത്തിൽ ഒരു ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ആ വണ്ടിയിൽ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നതിന് ഇത്തിരി കൂടെ പ്രൈസ് കുറവാണ്. 50,000 രൂപയോളം ചീപ്പാണ്. മാത്രമല്ല നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സും അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ആ വണ്ടിയിൽ ഓൾ ഫോർ പവർ വിൻഡോസും അതുപോലെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് സിസ്റ്റം, പിന്നെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതിൽ ഇതിനേക്കാൾ ഇത്തിരി കൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.